നമസ്കാരം. ഡെപ്പോസിറ്റ്, രജിസ്ട്രേഷൻ ഫീസ്, മറ്റെന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഇങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ലാതെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രതിമാസം 30,000 രൂപയ്ക്ക് മുകളിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓർക്കുക, ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് ലൈഫ് ടൈം വരുമാനമാണ്. ഈ 30,000 അല്ല കേട്ടോ, ചില സ്ഥലങ്ങളിലെ ആൾക്കാർ 3 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി, അൺലിമിറ്റഡ്. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ വാട്സപ്പിലാണ്. ഇതിനകത്ത് ഒരുപാട് ബിസിനസ് ഐഡിയകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2, ഈ പറയുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, ഡെപ്പോസിറ്റ് ഇല്ല, മറ്റുള്ള ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കാതെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോമൺ സർവീസ് സെൻറ്റർ CSC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ടൗണിലൊക്കെ പോകുമ്പോൾ ഈ അക്ഷയ സെൻറ്റർ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് CSC. അക്ഷയ എന്ന് പറഞ്ഞത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ഈ കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ CSC കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ CSC എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇതേതോ പ്രൈവറ്റ് ഏജൻസി കൊടുക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അന്ന് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാലും ആ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ലോഗോ ഉണ്ട്. ആ ലോഗോ എങ്ങനെ വെച്ചത്, അതെല്ലാവർക്കും പിന്നെ പൊതുവെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആധികാരികമായിട്ട് പരിശോധിക്കുന്നത് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ CS സെൻറ്റർ തുടങ്ങാം. ഓരോ നാട്ടിലും ഒരു CSC സെൻറ്റർ, സിമ്പിളായിട്ട് റൂം, ഒരു ചെറിയൊരു റൂം, അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ്, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ, ഇത്രയും കാര്യം, ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ഫാനും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം CSC ആയി. പല തരത്തിലുള്ള സർവീസസുകൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും, ഓൺലൈൻ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. ഇത് എന്തിനാ അന്വേഷിച്ചറിയോ? PM വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലോൺ പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പദ്ധതിയിൽ എല്ലാവർക്കും ലോൺ എടുക്കാനുള്ള സംവിധാനം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ പ്രോജക്റ്റ് PM വിശ്വകർമ്മയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ എങ്ങനെയാണ് സഹായം കിട്ടുന്നത്. സ്വന്തമായിട്ടൊരു സ്വയം തൊഴിൽ പഠിപ്പിച്ചിട്ട് ആ സ്വയം തൊഴിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ 15,000 രൂപയും അതോടൊപ്പം തന്നെ സർക്കാർ ഇവർക്ക് ലോൺ കൊടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തു, ഒരുപാട് ആൾക്കാർ കിട്ടി. ഏകദേശം 58 സെൻറ്ററുകൾ കേരളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ അവർക്ക് അറിയില്ല ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല, ഒരു സംഭവം അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ PM വിശ്വകർമ്മയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് CSC വഴിയാണ് ഇതെല്ലാം കംപ്ലീറ്റ് പ്രോസസ് ചെയ്യുന്നത്. ഇതിനകത്ത് അക്ഷയ എന്നുള്ള ഒരു പ്രോസസ്സ് ഇല്ല, CSC സെൻറ്റർ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ CSCയിലേക്ക് എത്തുന്നത്. അപ്പോൾ CSC എത്തിയ സമയത്ത് ഈ CSC ആണല്ലോ ഞാൻ എപ്പോഴും കാണുന്ന CSC, അപ്പോൾ ഇത് ഗവൺമെൻറ് പ്രോജക്റ്റ് ആണല്ലോ ചിന്തിച്ചു പോയി. എന്നിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് പോകുമ്പോൾ 2 തരത്തിലുള്ള മെമ്പർഷിപ്പ് നമ്മൾ എടുക്കാൻ പറ്റും. ഒന്ന് വില്ലേജ് ലെവൽ ഓൺട്രപ്രണർ. വില്ലേജ് ലെവൽ ഓൺട്രപ്രണർ നമ്മളെ പോലെയുള്ള ഏതൊരാൾക്കും നമ്മുടെ വില്ലേജിൽ, നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഈ സ്ഥാപനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റായിട്ട് പലതരത്തിലുള്ള ലോണുകൾ, സ്കീമുകൾ എല്ലാം ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ PM വിശ്വകർമ്മ സ്കീം ഒരാൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും അവരോട് നമുക്ക് പൈസ വാങ്ങിക്കാൻ പറ്റും. അവൻ എങ്ങനെയായാലും ഒരു 100 രൂപയെങ്കിലും അവൻ നമുക്ക് തരാതിരിക്കില്ല അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പൊതുവെ എവിടുന്ന് അത് ഓൺലൈനിൽ പോലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ CSC സെൻറ്ററുകൾക്ക് ഈസി ആയിട്ട് അവരുടെ പോർട്ടൽ വഴി അവർക്ക് പ്രത്യേക ആക്സസ് ഉണ്ട്, ഒരു യൂസർ ID പാസ്വേഡ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ കുറേ സ്കീമുകളുണ്ട്. ഇത്തരത്തിലുള്ള സ്കീമുകളിലൊന്നും പലർക്കും ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെന്നാണ് ഒരു കേട്ടറിവാണ്. എൻ്റെ അനുഭവത്തിൽ അങ്ങനത്തെ ഒരു അറിവ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അപ്ലൈ ചെയ്തിട്ടുമില്ല. അറിയാലോ, സർക്കാർ വലിയ രീതിയിലെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ്, അതുകൊണ്ടാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ ഇഷ്ടം പോലെ ചാക്കിട്ട് മൂടാനുള്ള അത്രയും ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. ഈ ഫണ്ടുകളെല്ലാം അവർ പലതരത്തിലുള്ള പദ്ധതിയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ സൂര്യഘർ പദ്ധതി, അതൊക്കെ ഈ പറഞ്ഞ CSC ഉണ്ടെങ്കിൽ CSCയിലൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ CSC സെൻറ്റർ തുടങ്ങിയ ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളെക്കുറിച്ചും നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു CSC തുടങ്ങിയിട്ട് നമ്മൾ തന്നെ ഇതിൻ്റെ വീഡിയോ ഇടുന്നു, ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക, എന്നും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ CSC വഴി നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. ചെറിയൊരു സർവീസ് ചാർജ് കൂടി മേടിച്ചാൽ ഒരു 1000 പേര് സർവീസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എത്ര പൈസയായി ആലോചിച്ച് നോക്കിയാൽ വലിയൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാമല്ലോ. അങ്ങനെ ഒരു സംഭവം കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാ കോൺടാക്ട് ചെയ്യുക, ഇന്ന സ്ഥലത്തെ CSC എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങൾ അപ്ലൈ ചെയ്യും. പുതിയ എല്ലാ സംഭവങ്ങളും വരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്തേക്കുക, എന്നിട്ട് അതിൽ അപ്ഡേറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മാസം 30,000 ആണ് ഞാൻ പറഞ്ഞത്. ഈ
ഈ പോക്കാണ് പോകുന്നതെങ്കിൽ 30,000 നിൽക്കില്ല, 30 ലക്ഷത്തിലേക്ക് വേണമെങ്കിൽ എത്തിപ്പെടും. അത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്തുള്ള പല സേവനങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുന്ന എല്ലാ പദ്ധതികളും, കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും, അല്ലാതെയുള്ള ഓൺലൈൻ സർവീസസുകളൊക്കെ ഉണ്ടല്ലോ, പല ബിൽ പേയ്മെൻറ്റും അതുപോലെ ടാക്സ് പേയ്മെൻറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തൂടെ ചെയ്തു കൊടുക്കാം. അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടറിൽ ബേസിക് നോളജ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതില്ലേ, നിങ്ങളുടെ തൊട്ടടുത്ത് ഒരുപാട് പിള്ളേർ ഓൺലൈൻ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുകയാണ്. അവരെ പിടിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്താൽ, 2 പേര് അപ്പോയിൻമെൻറ്റ് ചെയ്താൽ അവരങ്ങോട്ട് ചെയ്തോളും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. CCയുടെ സൈറ്റിൽ വന്ന് ഇവിടെ കാണാൻ പറ്റും 2 പ്രൊജക്റ്റ്. ഒന്ന് വില്ലേജ് ലെവൽ ഓൺട്രപ്രണർ, 2 സ്റ്റേറ്റ് ഡിസൈനേറ്റഡ് ഏജൻസി. ഇതിൽ വില്ലേജ് ലെവൽ ഓൺട്രപ്രണർ ആണ് നമ്മൾ ആവേണ്ട ചാൻസ് ഉള്ളത്. സോ അതിനായിട്ട് ഒരു പ്രത്യേക ലിങ്ക് ഉണ്ട്, അത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജിലെത്തും. ഇവിടെ നിങ്ങൾക്ക് VLE രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ ക്ലിക്ക് ടു രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ എൻ്റർ ചെയ്യാം, ഏത് ഗണത്തിൽപ്പെട്ട ആളാണ് അത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ നമ്പർ ക്യാപ്ചയൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് റൂറൽ എൻ്റർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. വ്യൂ യുവർ ക്രെഡൻഷ്യൽസ്, നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് മനസ്സിലാക്കാൻ പറ്റും. ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിനുള്ള എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ഡെസ്ക് @csc.gov.in എന്ന് പറഞ്ഞ മെയിലിലേക്ക് മെയിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള ടൂൾസ് ഉണ്ട്. IRCTCയുടെ TDS റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനും സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള സർവീസസ് ഈ CCയുടെ പോർട്ടൽ വഴി ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. പണ്ടേ ഇത് മനസ്സിലാക്കിയെങ്കിൽ ഒരുപാട് സംഭവം ചെയ്യാമായിരുന്നു. ഇനി അടുത്ത ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യേണ്ടി വന്നാൽ ഇതിവിടെ താഴെ ഒരു ഫോൺ നമ്പർ ഉണ്ട്, 2 ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാനും സാധിക്കണം. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് തുടങ്ങുക. ഇനി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയില്ല കൂടി നിങ്ങളുടെ തൊട്ടടുത്ത് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ CS തുടങ്ങിയിട്ട് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, 5 പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.